ഹലോ ഡിയർ സ്റ്റുഡൻറ്റ്, നെക്സ്റ്റ് നമ്മളുടെ ഫോർത്ത് മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർത്ത് മൊഡ്യൂൾ ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. ഓക്കെ, അതിൽ രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടെല്ലാം നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചതാണ്. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, ഗോസസ് ലോ, ആംബിയേഴ്സ് ലോ, different types of magnetic material like para, dia and ferromagnetic material. ഇത്രയും ഭാഗങ്ങളാണ് പകുതിയോളം വരുന്നത്. അതെല്ലാം നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചതാണ്, ഒന്നും പുതിയതല്ല. കുറേ നിങ്ങൾ അസൈൻമെൻറ്റും വെച്ചിട്ടുണ്ട് ഞാൻ അന്ന് ക്വസ്റ്റ്യൻ തന്നിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അസൈൻമെൻറ്റ് വെച്ചതും പ്ലസ് ടു ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗങ്ങളുണ്ട്, അതാണ് നിങ്ങൾക്ക് പുതുതായിട്ട് വരുന്നത്. എന്തായാലും നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഈ ഒരു പാർട്ട് അതിൽ ആദ്യം വരുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എ റീജിയൻ ഓർ ഏരിയ എറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഓർ മാഗ്നറ്റിക് മെറ്റീരിയൽ വേർ ദ മാഗ്നറ്റിക് ഫോഴ്സ് ആർ എക്സ്പീരിയൻസ്ഡ്. അതായത് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബാർ മാഗ്നറ്റ് ഇവിടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ബാർ മാഗ്നറ്റാണ്. ഇതിന് നോർത്ത് പോള് സൗത്ത് പോൾ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു അയൺ മെറ്റീരിയൽ, ഒരു ആണിയോ സൂചിയോ എന്തെങ്കിലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അത് ഇതിലോട്ട് അട്രാക്റ്റ് ചെയ്യും. എന്നാൽ നമ്മൾ ഒത്തിരിയും കൂടെ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ അട്രാക്ഷൻ ഒന്നും ഉണ്ടാവില്ല, അത് ഫ്രീ ആയിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ആ അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ടാവും ഇതിൻ്റെ ചുറ്റിലുമായിട്ട്. ആ റീജിയനെ നമ്മൾ എന്ത് പറയണത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയണത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റീജിയൻ ഓർ ഏരിയ എറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്താണ്, ഒരു മാഗ്നറ്റാണ്. അതേപോലെ ഏതെങ്കിലും പെർമനൻറ്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും മാഗ്നറ്റിക് മെറ്റീരിയൽ, അതിൻ്റെയൊക്കെ സറൗണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റീജിയൻ, അതിനെ നമ്മൾ എന്ത് പറയണത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയണത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കേർവ്ഡ് ലൈൻസ് ആണ്. ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് നോക്കിക്കേ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ കറണ്ട് ഇങ്ങനെ ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. ചുറ്റിലും കണ്ടോ കുറേ കോൺസെൻട്രിക് ആയിട്ടുള്ള കുറേ കേവ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഈ കേസിലെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ക്ലോസ്ഡ് കോൺസെൻട്രിക് കേവ്സ് ആണ്. ഓക്കെ, രണ്ടാമത് നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ബാർ മാഗ്നറ്റിൻ്റെ കേസിൽ ഇതുപോലെ നിങ്ങൾ ലൈൻസ് ഓഫ് ഫോഴ്സ് നിങ്ങൾ മാപ്പ് വെച്ച് വരച്ചിട്ടുണ്ടാവും പ്ലസ് ടു എക്സ്പെരിമെൻ്റ് ആയിട്ട്. നോർത്ത് പല രീതിയിൽ, നോർത്ത് ടു സൗത്തും നോർത്ത് പോളായിട്ടും സൗത്തും അങ്ങനെയൊക്കെ ആയിട്ട് പല രീതിയിൽ അതിൻ്റെ കർവ്സ് വരച്ചതാണ്. ഓക്കെ, നമ്മൾ സിംഗിൾ ബാർ മാഗ്നറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൽ നിന്നും സൗത്തിലേക്കാണ് എന്ത് വരുന്നത്, ലൈൻസ് ഓഫ് ഫോഴ്സ് വരുന്നത്. ഔട്ട്സൈഡ് ദി ബാർ മാഗ്നറ്റിൻ്റെ ഔട്ട്സൈഡ് ഡയറക്ഷനിൽ പുറത്തുകൂടെ നോർത്തിൽ നിന്നും സൗത്തിലേക്ക് മാഗ്നറ്റിക് ലൈൻസും സൗത്തിൽ നിന്നും നോർത്തിലേക്ക് ഇൻസൈഡിലൂടെ, ഉള്ളിലൂടെ സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് മാഗ്നറ്റിക് ലൈൻസിന്റെ ഡയറക്ഷൻ വരുന്നത്. ദാറ്റ് മീൻസ് ഇതൊരു ക്ലോസ് ലൂപ്പാണ് അല്ലേ. പുറത്തുകൂടെ ഇങ്ങനെ സൗത്ത് വന്ന് സൗത്തിൽ നിന്ന് നോർത്തേക്ക് വന്നത്, അതിങ്ങനെ ക്ലോസ് ലൂപ്പ്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിലും നോർത്തിൽ നിന്ന് സൗത്തിൽ വന്ന് ഉള്ളിലൂടെ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് വന്ന് ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്. അപ്പോൾ നിങ്ങൾ ഏതൊരു കേസിലും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ലൂപ്സ് ആയിരിക്കും, ക്ലോസ്ഡ് ആയിട്ടുള്ള കേവ്സ് ആയിരിക്കും. അതിനെന്തുണ്ടാവില്ല, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റോ ഒരു എൻഡിങ് പോയിന്റോ ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അവിടെ മാഗ്നറ്റിക് മോണോപോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. എന്നാൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ ഒരു പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഒരു സിംഗിൾ ചാർജ് അല്ലേ, 1 കുളം എന്നൊക്കെ പറയുന്ന പോസിറ്റീവായിട്ടുള്ള സിംഗിൾ ചാർജ് ഉണ്ടാവും. ഈ സിംഗിൾ ചാർജിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, ഈ ഇലക്ട്രിക് ഫീൽഡ് ഇതിൽ നിന്നും പുറത്തോട്ടാണ്, ഈ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് വരിക അല്ലേ. ഇതിന് നമ്മൾ സോഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ ഒരു നെഗറ്റീവ് മൈനസ് ക്യൂ എന്ന് പറഞ്ഞൊരു ചാർജ് ഉണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്, ഈ ചാർജിലേക്കാണ്. സോ അതിനൊരു സ്റ്റാർട്ടിങ് ഒരു എൻഡിങ് പോയിന്റ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് അവിടെ ഒരു മോണോപോൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതും. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ എപ്പോഴും എന്താണ്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണെങ്കിൽ ഇതുപോലത്തെ കുറേ ക്ലോസ്ഡ് കർവ്സ് ആണ്. അതിനെന്തില്ല, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഇല്ല. അവിടെ മാഗ്നറ്റിക് മോണോപോൾ, ഇതുപോലെ ഒരു പ്ലസ് ചാർജ് മൈനസ് ചാർജ് എന്ന് പറഞ്ഞ ഒരു മോണോപോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ ബാർ മാഗ്നറ്റിനെ അവിടെ രണ്ടായിട്ട് കട്ട് ചെയ്താൽ എഗെയിൻ ഈ എൻഡ് എന്താവും, സൗത്ത് ആവും, അപ്പുറത്ത് നോർത്താവും. അപ്പോൾ ഈ പുതുതായിട്ട് വരുന്ന ഇവിടെ നോർത്തും ഉണ്ടാവും. അങ്ങനെ വരിക എന്നല്ലാതെ ഒരിക്കലും ആ നോർത്ത് മാത്രമായിട്ടോ സൗത്ത് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു മോണോപോളായിട്ട് എന്ത് ചെയ്യില്ല, എക്സിസ്റ്റ് ചെയ്യില്ല.
നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫൈ എന്ന് പറഞ്ഞ ലെറ്ററാണ്. ഈ ഫിഗറിലേക്ക് നോക്കുക. ഈ ഫിഗറിൽ നമ്മൾ നോർത്ത് പോൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്, സൗത്ത് പോൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. നമ്മളത് വരച്ചിട്ടുണ്ട്. ഈ ഡോട്ടഡ് ആയിട്ട് വരച്ചത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. ഓക്കെ, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. അപ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഡയറക്ഷനിൽ ഒരു ചെരിച്ചിട്ട് ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു എന്താ പറയുക, ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് കുറച്ച് ചെരിച്ചിട്ട് കുറച്ച് ചെരിച്ച് ഇങ്ങനെ വെക്കുകയാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ബുക്ക് ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എന്തായി നോർത്ത് പോളിനും സൗത്ത് പോളിനും പെർപെൻഡിക്കുലറായി. ഞാൻ കുറച്ചൊന്ന് ചെരിച്ചാണ് വെക്കുന്നത്. ഇങ്ങനെ അങ്ങ് വെക്കുകയാണ്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ബുക്കിന്റെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന ബുക്കിന് പെർപെൻഡിക്കുലർ, ബുക്ക് എന്ന് പറയുന്നത് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സർഫസ് ആണ്. ആ സർഫസിന്റെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഡോട്ട് ചെയ്തേക്കുന്ന ആ എ വെക്ടറാണ്. എ വെക്ടർ എന്ന് പറഞ്ഞാൽ ഏരിയ വെക്ടർ നോർമൽ ടു ദി സർഫസ്. ഏരിയ വെക്ടർ നോർമൽ ടു ദി സർഫസ്, അതാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ എന്താവും, ആ എയും പിന്നെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നേരെയും, അത് രണ്ടും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ ഇവിടെ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് പാസിംഗ് ത്രൂ ദിസ് ഏരിയ. ഈ ബുക്കായിട്ട് നമ്മളിവിടെ വെച്ചേക്കുന്ന ഈ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ബി ഡോട്ട് എ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഫ്ലക്സ് എന്ന് പറയുന്നത് ടോട്ടൽ. അപ്പം ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഈ ബുക്കിന് നേരെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വെച്ചു. അപ്പോൾ എ വെക്ടർ എങ്ങോട്ട് വരും, എ വെക്ടറും ബി വെക്ടറും സിംഗിൾ ഡയറക്ഷൻ ആവും. ദാറ്റ് മീൻസ് ആംഗിൾ 0 ആയിരിക്കും. ആ സമയത്താണ് നോർത്തിൽ നിന്നും വരുന്ന എല്ലാ ലൈൻസ് ഓഫ് ഫോഴ്സും, മാക്സിമം ലൈൻസ് ഓഫ് ഫോഴ്സും ഈ ബുക്കിലൂടെ അല്ലെങ്കിൽ ഈ സർഫസിലൂടെ കടന്നിട്ട് സൗത്തിലേക്ക് എത്തുന്നത്. ഇനി ഞാൻ കറക്റ്റ് ഈ ബുക്കിന് ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാലോ, ഇങ്ങനെ പരത്തി അങ്ങ് വെച്ച് കഴിഞ്ഞാലോ, പെർപെൻഡിക്കുലർ എ വെക്ടർ എങ്ങോട്ട് വരും, എ വെക്ടർ കറക്റ്റ് മേലോട്ട് വരും, ബി വെക്ടർ നേരെ താഴേക്കും വരും. ആ കേസിൽ എന്താ വരുന്നത്, ആ കേസിൽ 0 ആയിരിക്കും നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് കിട്ടുന്നുണ്ടാവുക. എനിക്ക് കാണിക്കാൻ കഴിയാത്ത, ഞാൻ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലാണ് ഫോൺ പിടിച്ചത്, അപ്പോൾ കൈ ഒന്ന് ഫ്രീ അല്ല. ഇവിടെ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്തത് പിന്നെ ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ബി വെക്ടറിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഇങ്ങനെ നമ്മളൊരു സർഫസിനെ വെച്ചു അല്ലേ. ഈ സർഫസിനെ വെക്കുന്ന സമയത്ത് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആണ് എ എന്ന് പറയുന്ന ഏരിയ വെക്ടർ. ആ ഏരിയ വെക്ടറും ഈ ബി വെക്ടറും മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഇനി ഞാൻ എന്ത് ചെയ്യും, ഈ സർഫസിനെ ഒന്ന് ചെരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്, അതുകൊണ്ടാണ് എ ഇങ്ങനെ നിൽക്കുന്നത്. ഈ സർഫസ് ഒന്നും കൂടെ നേരെ ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ഇവിടെ നോർത്തും സൗത്തും വരുന്ന ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതും കറക്റ്റ് ഇങ്ങനെയാണ് ഞാൻ വെക്കുന്നതെങ്കിൽ, സർഫസ് ഇങ്ങനെയാണ് വെക്കണമെങ്കിൽ ബി വെക്ടറും ഈ ഡയറക്ഷൻ തന്നെ, എ വെക്ടറും ഈ ഡയറക്ഷനിൽ തന്നെ. ഓക്കെ, ബി വെക്ടറും ഈ ഡയറക്ഷനിൽ തന്നെ, എ വെക്ടറും ഈ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ നമ്മൾ വെക്കുന്ന സമയത്ത് അപ്പോൾ എന്ത് വരും, ബി ഡോട്ട് എ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ബി എ കോസ് അല്ലേ. ആ കോസ് ഇവിടെ തീറ്റ എന്താവും, എ വെക്ടറും ഇങ്ങോട്ട് തന്നെ ബി വെക്ടറും തന്നെയാണ്. അതായത് എ എന്ന് പറയുന്ന ഏരിയ വെക്ടർ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്, ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡും ആ ഡയറക്ഷനിൽ തന്നെയാണ്. സോ ബി എ കോസ് എന്താവും, തീറ്റ ഈ കേസിൽ തീറ്റ 0 ആവും, കോസ് 0 1 ആവും, ബി എ വരും. ഇതാണ് മാക്സിമം ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇതാണ് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ. ഇതാണ് മാക്സിമം ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കേസ് ഞാൻ പറഞ്ഞത് എന്താണ്, നോർത്ത് വഴിയും സൗത്ത് വഴിയും, ഈ കേസിലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷൻ, ദെൻ ഞാൻ സർഫസിനെ ഇങ്ങനെ വെക്കുകയാണ്, ഇങ്ങനെ പരത്തി വെക്കുക, ഇങ്ങനെ ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ കിടത്തി വെക്കുക. ഓക്കെ, അങ്ങനെ കിടത്തി വെച്ച് കഴിഞ്ഞാൽ എന്താവും, ബീൻ്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ്, എ വെക്ടർ ഈ ഒരു സ്കെച്ച് നിൽക്കുന്ന ഈ പെന്ന് നിൽക്കുന്ന ഡയറക്ഷനിലും വരും അല്ലേ. ഈ പെന്ന് നിൽക്കുന്ന ഡയറക്ഷനിലല്ല സർഫസിൻ്റെ നോർമൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ആംഗിൾ നോക്കിക്കുക, ഈ പെന്നും ആ ബി വെക്ടറും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി വരും. അപ്പോൾ തീറ്റ ഇവിടെ എന്തായി, തീറ്റ 90 ഡിഗ്രി ആയി. കോസ് 90 എന്ന് പറയുന്നത് എന്താവും, 0 ആവും. ഈ കേസിൽ ഫ്ലക്സ് ബി ഡോട്ട് എ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബി എ കോസ് 90 വരും, അതെന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും ഫ്ലക്സ് മാക്സിമം കിട്ടണമെങ്കിൽ കറക്റ്റ് എന്തായിരിക്കണം, നോർത്തിൻ്റെയും സൗത്തിൻ്റെയും ബിറ്റ്വീൻ കറക്റ്റ് ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് മാക്സിമം ഫ്ലക്സ് കിട്ടുക. ഒന്ന് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ ബി ഡോട്ട് എ എന്നുള്ള ആൻസർ എന്താണോ അത്രയും ഫ്ലക്സ് ആണ് വരിക. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലൈൻസ് പാസിംഗ് ത്രൂ ദിസ് സർഫസ്, number of lines passing through the surface normally
പാസിംഗ് ടു നോർമലി ത്രൂ എ ഏരിയ ഓർ എ സർഫസ്, ആ നോർമൽ ഡയറക്ഷനിൽ. അതുകൊണ്ടാണ് നമ്മൾ ബി ഡോട്ട് എ എന്നുള്ള ആ ഒരു ഇക്വേഷൻ എടുക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇനി നമുക്ക് നോക്കാം. ഈ കേസിൽ നമ്മൾ പറഞ്ഞു സർഫസ് ഹാവിങ്, ഓക്കെ, ഫ്ലക്സിന്റെ ഇക്വേഷനാണ് ഫൈസ് ഈക്വൽ ടു ബി ഡോട്ട് എ. ബി എന്ന് പറയുന്നത് എ ഡോട്ട് ബി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ. അതേപോലെ ഫൈസ് ഈക്വൽ ടു വെക്ടർ ബി ഡോട്ട് വെക്ടർ എ, ദാറ്റ് ഈസ് ബി എ കോസ് തീറ്റ. പിന്നെ ബാക്കി നമ്മൾ പറഞ്ഞു തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ആൻഡ് ഏരിയ, നോർമൽ ഏരിയ വെക്ടർ. അതാണ് തീറ്റ എന്ന് പറയുന്നത്. ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ കോസ് 0 ഈക്വൽ ടു 1ഉം, ആ കേസിൽ ഫ്ലക്സ് മാക്സിമവും തീറ്റ 90 ആണ്, ഫ്ലക്സ് മിനിമവും ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്കാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ബി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ്. അതെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് പറഞ്ഞു. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് പാസിംഗ് ത്രൂ എ ഏരിയ എന്നല്ല പറഞ്ഞത്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞതാണ് എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ഏരിയ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അത്ര തന്നെ ഇവിടെയും പറയുന്നത്. ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫ്ലക്സ് ബൈ ഏരിയ. ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫ്ലക്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തത് ഫൈ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ്. ഏരിയക്ക് നമ്മൾ എ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ബിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 5/a. ഇനി ബിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. വെബർ പെർ മീറ്റർ സ്ക്വയറിന് അല്ലെങ്കിൽ ടെസ്ല എന്നും പറയാറുണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയെ. ഫൈൻ്റെ യൂണിറ്റ് ആണ് വെബർ, ഏരിയയുടെ യൂണിറ്റ് ആണ് മീറ്റർ സ്ക്വയർ. അതുകൊണ്ടാണ് ഇവിടെ ബിക്ക് എന്ത് യൂണിറ്റ് വന്നത്, വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞത്. ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ നമ്മൾ സ്മോൾ ഏരിയ കൺസിഡർ ചെയ്യും. നേരത്തെ നമ്മൾ ഫുള്ള് സർഫസ് ആണ് ഇവിടെ കൺസിഡർ. ആ സർഫസിന്റെ ചെറിയൊരു ഭാഗം, ഈ ഒരു കുഞ്ഞിവിടെ സ്ക്വയർ ആയിട്ട് ഇവിടെ ചെറുതായിട്ട് മാർക്ക് ചെയ്ത് ഈ റീജിയനിലെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ റീജിയന് ആ റീജിയനിലൂടെ മാത്രം ട്രാവൽ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നേരത്തെ നിങ്ങൾ ബി ഡോട്ട് എ അല്ലേ എഴുതിയിരുന്നു. ഇവിടെ എ എന്ന് പറയുന്നത് മൊത്തം സർഫസിന്റെ ഏരിയ ആയിരുന്നു. ഇവിടെ നമ്മൾ ഈ കൺസിഡർ ചെയ്ത കുഞ്ഞു ഏരിയയാണ്. ആ കുഞ്ഞു ഏരിയ ഡി എസ് ആണ്. അപ്പം നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഫൈ ഈസ് ഈക്വൽ ടു ബി ഡോട്ട്, അതായത് ഡി ഫൈ എന്ന് പറയുന്നത് ബി ഡോട്ട് ഡി എസ് ആയിരിക്കും. ഡി ഫൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയനെ കൂടെ മാത്രം പുറത്തോട്ട് പോകുന്ന, അതായത് ഈ ഒരു ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഈ റീജിയനിലൂടെ മാത്രം പുറത്തോട്ട് വരുന്ന ഫ്ലക്സിനെയാണ് നമ്മൾ ഡി ഫൈ കൊണ്ട് റെപ്രസെന്റ് ചെയ്തത്. അപ്പോൾ ബി ഡോട്ട് ഡി എസ് ആയി. ഇനി എന്ത് ചെയ്യുക, മൊത്തം കിട്ടണമെങ്കിൽ മൊത്തം ഈ സർഫസിന്റെ കിട്ടണമെങ്കിൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ്, ഇവിടെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ സർഫസ് ആണ്, ഡോട്ട് ഡി എസ് ആണ്. അപ്പോൾ സർഫസ് ഇന്റഗ്രൽ എടുക്കുക. നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും ലൈൻ ഇന്റഗ്രൽ, സർഫസ് ഇന്റഗ്രൽ, വോളിയം ഇന്റഗ്രൽ ഒക്കെ. ഇത് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ ഈ ഒരു ഇയറിൽ പഠിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു സർഫസ് ആണ്. അപ്പോൾ സർഫസ് ഇന്റഗ്രൽ ഓഫ് ഡി ഫൈ ആണ് ടോട്ടൽ ഫൈ എന്ന് പറയുന്നത്. ദെർഫോർ സർഫസ് ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എസ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഇത് ഇതിൻ്റെ അകത്തുള്ളതല്ല കേട്ടോ. ഇത്രയും റീജിയനാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഇൻ്റഗ്രൽ ഫോർമാറ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്. ഇത് നമുക്ക് അടുത്ത കേസിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നതാണ് ഗോസസ് ലോ ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഗോസസ് ലോ എന്താണ്? ഗോസസ് ലോ സിമ്പിൾ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, സർഫസ് ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതാണ് ഗോസസ് ലോ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, അക്കോർഡിംഗ് ടു ഗോസസ് ലോ ദ സർഫസ് ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 0. ആ വേർഡ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലോസ്ഡ് സർഫസ്. ഏതൊരു ക്ലോസ്ഡ് സർഫസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിന് അക്രോസ് ആയിട്ടുള്ള ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഗോസസ് ലോ പറയുന്നത്. അപ്പം മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ ക്ലോസ്ഡ് സർഫസ് ഓഫ് ബി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു 0 എന്നെഴുതി. ഈ സംഭവം നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. അതായത് ചെറിയൊരു സ്മോൾ ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് ഡി ഫൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഡോട്ട് ഡി എസ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇതിന്റെ സർഫസ് ഇന്റഗ്രൽ ആയിരിക്കും. ദാറ്റ് ഈസ് സർഫസ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ്. ക്ലോസ്ഡ് എന്ന് ഡിനോട്ട് ചെയ്യാനാണ് ഇവിടെ ഒരു ഇന്റഗ്രലിന്റെ ഇവിടെ ഒരു സർക്കിൾ കൊടുത്തത്. ക്ലോസ്ഡ് ഇന്റഗ്രൽ, ക്ലോസ്ഡ് എന്നുള്ളതാണ് 0. ഈ ഒരു സർക്കിൾ കണ്ടില്ലേ ഇന്റഗ്രേഷന്റെ അവിടെ, അതാണ് ക്ലോസ്ഡ് എന്നുള്ള മീനിങ്ങിലാണ് ആ ഇന്റഗ്രേഷൻ അങ്ങനെ ഒരു നൊട്ടേഷൻ വന്നത്. അപ്പം നെറ്റ് ഫ്ലക്സ് ഓവർ ദ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരു പേപ്പർ അല്ലെങ്കിൽ ബുക്ക് നമ്മൾ ഇങ്ങനെ വെക്കുന്ന കേസ് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സർഫസിലൂടെ ഈ സൈഡിൽ നിന്ന് വരുന്ന എല്ലാ ലൈൻസും അതർ സൈഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലീവ് ചെയ്ത് പോകുന്നുണ്ട്. നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിൻ്റെയും ഇൻ ബിറ്റ്വീൻ നമ്മൾ ഇങ്ങനെയാണ് നമ്മളുടെ സർഫസ് വെച്ചിരിക്കുന്നത്. അപ്പം ഈ സർഫസിലേക്ക് ഈ സൈഡിൽ നിന്ന് എൻറ്റർ ചെയ്യുന്ന എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ആ സർഫസിൽ നിന്നും പുറത്തോട്ട് ലീവ് ചെയ്ത് പോകുന്നുണ്ട്. ഇൻ എഫക്റ്റ് അവിടെ എന്തില്ല? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അവിടെ എന്ത് ചെയ്യുന്നില്ല? എൻക്ലോസ് ചെയ്യുന്നില്ല. മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ ഇല്ല. വരുന്നത് മുഴുവനും പോകുന്നുണ്ട്.
അതാണ് ഇതിൻ്റെ മീനിങ് സീറോ എന്ന് പറഞ്ഞത്. എൻ്റർ ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, ലീവ് ചെയ്തും പോകുന്നുണ്ട് ആ സർഫസിൽ നിന്നും. സർഫസിലോട്ട് എൻ്റർ ചെയ്യുന്ന മൊത്തം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ലീവ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ സീറോ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തത്. അതതിൻ്റെ എക്സ്പ്ലനേഷൻ. ഇതിൻ്റെ മീനിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് തന്നെയാണ്. മാഗ്നറ്റിക് മോണോപോൾ ഡു നോട്ട് എക്സിസ്റ്റ്, ദർ ഇസ് നോ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് പോയിന്റ്. അതായത് ഇപ്പം കണ്ടോ, ഇപ്പം നമ്മളിവിടെ വരച്ചേക്കണം ഈ ഫിഗർ. അതായത് ഈ ഫിഗർ എന്ന് വെച്ചാൽ ഈ നോർത്ത് പോളിൽ നിന്ന് വരുന്ന കുറേ ഫ്ലക്സ് ഉണ്ടാവും. ഈ ഫ്ലക്സ് എല്ലാം ഈ സർഫസിലൂടെ കയറിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡയറക്ഷനിലേക്ക് ലീവ് ചെയ്ത് പോകുന്നുണ്ട്. ഇൻ എഫക്റ്റ് ഈ ക്ലോസ്ഡ് സർഫസിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിൽ മാഗ്നറ്റിക് ഫ്ലക്സ്, ടോട്ടൽ ഫ്ലക്സ് എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സീറോ ആയിരിക്കും. അതാണ് ഗോസസ് ലോ പറയുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബാക്കി നമുക്ക് പിന്നെ നോക്കാം.